ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് രാജിവെച്ച് രാജ്യം വിട്ട ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന എങ്ങോട്ടു പോകുമെന്ന ചോദ്യം ബാക്കി. ഹെലികോപ്റ്ററിൽ ഇന്ത്യയിലെത്തി കുറച്ചുനേരം തങ്ങാനാണ് അവർ അനുമതി ആവശ്യപ്പെട്ടത്. മറ്റൊരു രാജ്യത്തേക്ക് കടക്കാൻ ഹസീനയും സഹോദരി റിഹാനയും ശ്രമിക്കുന്നുമുണ്ട്. റിഹാനയ്ക്ക് ബ്രിട്ടീഷ് പൗരത്വമുള്ളതിനാൽ ഇരുവരും ബ്രിട്ടനിലേക്ക് പോകുമെന്നായിരുന്നു വാർത്ത. പക്ഷേ അത് നടന്നേക്കില്ല. ബ്രിട്ടനിലെ കുടിയേറ്റ നിയമത്തിലെ വ്യവസ്ഥകൾ ഹസീനയ്ക്ക് അഭയം നൽകുന്നതിന് തടസ്സമാണ് എന്നാണ് വിവരം. ബ്രിട്ടനിലെത്തിയ ശേഷം പ്രതിസന്ധിയിലായവർക്കാണ് അഭയം നൽകാൻ സാധിക്കുക. അതേസമയം അഭയമോ താൽക്കാലിക താമസ സൗകര്യമോ ചോദിക്കുന്നവർക്ക് യാത്രാനുമതി നൽകാൻ നിയമപ്രകാരം തടസ്സമുണ്ട്. ബ്രിട്ടനിലേക്ക് കടക്കാൻ സാധിച്ചില്ലെങ്കിൽ ഹസീന യുഎയിലേക്ക് പോകുമോ എന്ന ചോദ്യവും ശക്തമാണ്. യുഎ ഉൾപ്പെടെ ഹസീന അഭയം തേടാൻ സാധ്യതയുള്ള 5 രാജ്യങ്ങളെക്കുറിച്ച് ടൈംസ് നൗ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ബ്രിട്ടൻ, യുഎഇ, യൂറോപ്പിലെ ഫിൻലാൻഡ്, ബെൽജിയം എന്നീ രാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യയുടെ പേരും റിപ്പോർട്ടിലുണ്ട്. നിലവിൽ ഇന്ത്യയിലാണുള്ളതെങ്കിലും കൂടുതൽ കാലം ഇവിടെ താമസിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് താൽപര്യമില്ല എന്ന് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടിൽ പറയുന്നു. പ്രതിഷേധത്തെ തുടർന്ന് ധാക്കയിൽ നിന്ന് രക്ഷപ്പെട്ട ഹസീന യുപിയിലെ ഗാസിയാബാദിലുള്ള ഹിന്ദ വ്യോമതാവളത്തിലാണ് ഇറങ്ങിയത്. ബ്രിട്ടനിൽ അഭയം ചോദിച്ചിട്ടുണ്ടെന്നും ഇടത്താവളമായി ഇന്ത്യയിൽ തങ്ങുന്നു എന്നുമായിരുന്നു വിവരം. ബ്രിട്ടൻ നിയമപ്രശ്നം ചൂണ്ടിക്കാണിച്ചതോടെ ഹസീന എങ്ങോട്ട് പോകുമെന്ന് ഇതുവരെ അവ്യക്തമാണ്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വ്യോമതാവളത്തിലെത്തി ഹസീനയുമായി ചർച്ചയും നടത്തി. 2021 ഓഗസ്റ്റിൽ അഫ്ഗാനിസ്ഥാന്റെ ഭരണം താലിബാൻ തിരിച്ചുപിടിച്ചപ്പോൾ അന്നത്തെ പ്രസിഡന്റ് അഷ്റഫ് ഗനി പലായനം ചെയ്തത് യുഎയിലേക്കായിരുന്നു. ഗനിയും അടുത്ത ഉദ്യോഗസ്ഥരും യുഎയിൽ അഭയം തേടിയെന്നായിരുന്നു വാർത്ത. സമാനമായ വഴി തന്നെ ഹസീനയും സ്വീകരിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഗനിയിൽ നിന്ന് വ്യത്യസ്തമായി നിരവധി ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തിയാണ് ഹസീന എന്നതിനാൽ യുഎഇ എന്ത് തീരുമാനിക്കുമെന്നതും നിർണായകമാണ്. 1975 ഓഗസ്റ്റിൽ മുജീബുർ റഹ്മാനും കുടുംബവും കൊല്ലപ്പെട്ട വേളയിൽ മകൾ ഷെയ്ഖ് ഹസീനയും സഹോദരിയും മാത്രമാണ് രക്ഷപ്പെട്ടത്. അന്ന് ഇന്ത്യയിലേക്ക് അഭയം ചോദിച്ചു വന്ന ഹസീനയെ ഇന്ത്യ സ്വീകരിച്ചിരുന്നു. പിന്നീട് രാഷ്ട്രീയ സാഹചര്യം അനുകൂലമായപ്പോഴാണ് ഹസീന ബംഗ്ലാദേശിലേക്ക് തിരിച്ചുപോയതും പ്രധാനമന്ത്രിയായതും. വിവിധ ഘട്ടങ്ങളിലായി 20 വർഷം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ഏക വ്യക്തി കൂടിയാണ് ഹസീന. അതേസമയം ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമം തുടങ്ങി. പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ സർവകക്ഷി യോഗം വിളിച്ചു. 3 സൈനിക വിഭാഗങ്ങളുടെ മേധാവികളും പ്രതിപക്ഷ പാർട്ടി നേതാക്കളും യോഗത്തിൽ സംബന്ധിച്ചു. വിദ്യാർത്ഥി സമരക്കാരുമായി ചർച്ച നടക്കും. നോബേൽ ജേതാവ് മുഹമ്മദ് യൂനുസിനെ ഇടക്കാല സർക്കാരിന്റെ ഉപദേഷ്ടാവായി നിയമിക്കാൻ ധാരണയായിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കും വരെയാകും ഇടക്കാല സർക്കാരിന്റെ ഭരണം. അതിനിടെ രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടരുകയുമാണ്. ഹസീന നിലവിൽ ഗാസിയാബാദിലെ ഹിൻഡൻ വ്യോമതാവളത്തിലാണ് ഉള്ളത്. ഇവിടെ നിന്ന് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തേക്ക് പോകാനായിരുന്നു ഹസീനയുടെ പദ്ധതി. എന്നാൽ അവർക്ക് അഭയം നൽകാൻ UK തയ്യാറല്ലെന്നാണ് സൂചന. ഇതോടെ അവരുടെ രാഷ്ട്രീയ അഭയകേന്ദ്രത്തിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. അതേസമയം നൊബേൽ ജേതാവ് മുഹമ്മദ് യൂനുസ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ നയിക്കും. ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് രാജ്യം വിട്ടതിന് പിന്നാലെയാണ് പുതിയ പ്രധാനമന്ത്രിയെ തീരുമാനിച്ചത്. മറ്റംഗങ്ങളെ രാഷ്ട്രീയ പാർട്ടികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കും. പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീന്റെ പ്രസ് സെക്രട്ടറി ജോയ്നൽ അബേദിനാണ് മുഹമ്മദ് യൂനുസിനെ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവനായി തെരഞ്ഞെടുത്ത വിവരം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. പ്രക്ഷോഭത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് രാജ്യം വിട്ടതിന് പിന്നാലെയായിരുന്നു തീരുമാനം. യൂനുസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിലെ മറ്റംഗങ്ങളെ രാഷ്ട്രീയ പാർട്ടികളുമായും മറ്റ് നേതാക്കളുമായും ചർച്ച ചെയ്ത ശേഷം ഉടൻ തീരുമാനിക്കുമെന്നും അബേദിൻ പറഞ്ഞു. 1971 ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വിമുക്ത ഭടന്മാരുടെ ബന്ധുക്കൾക്ക് സർക്കാർ ജോലിയിൽ 30% സംവരണം ചെയ്ത വിവാദ ഉത്തരവിനെതിരെയാണ് ജനം പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. പ്രക്ഷോഭം ആരംഭിച്ചത് സംവരണ നിയമത്തിനെതിരെയാണെങ്കിലും ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും എല്ലാം മുദ്രാവാക്യങ്ങളായി മാറിയിട്ടുണ്ട്. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ ഇതുവരെ 300-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. അതേസമയം രാജ്യത്ത് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ജനറൽ വക്രുസമാൻ പറഞ്ഞിരുന്നു. സൈന്യത്തിൽ വിശ്വാസമർപ്പിക്കാൻ അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും രാജ്യത്ത് സമാധാനം തിരികെ കൊണ്ടുവരുമെന്നും സൈനിക മേധാവി ഉറപ്പു നൽകി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.